ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നോഫിയാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ട് ഡിസൈൻ്റെ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഫ്ലവറിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനെടുത്തിരിക്കുന്ന നൂലെന്ന് പറയാനായിട്ട് ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവറിലൊക്കെ ആങ്കർ ത്രെഡും ലീഫിലേക്ക് ഞാൻ പേൾ കോട്ടൺ ത്രെഡും ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതുക്കെ നമ്മൾ ഒരേ അളവിൽ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ ഒരേ ലെവലിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കാണാനായിട്ട് ഒരേ അളവ് തന്നെ വേണം. പിന്നെ ഇതിലിപ്പോൾ ഒരിത്തിരി അകലം വന്നിക്കണത് നമ്മളിത് ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടി വരും. അല്ലെങ്കിൽ ഇതിനും പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്താൽ നല്ല ഭംഗിയാട്ടോ. പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്താൽ നല്ല രസമാണ്, നല്ല ഫിനിഷിങ്ങുമാണ് കാണാനായിട്ട്. ആങ്കർ ത്രെഡും ഫിനിഷിങ് തന്നെയാണ്. കുറച്ചുകൂടെ കട്ടി തോന്നിക്കണമെന്നുണ്ടെങ്കിൽ പേൾ കോട്ടൺ ത്രെഡും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ വിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു സ്ഥലത്തു നിന്നാണോ ഏതൊരു വശത്തു നിന്നാണോ വിപ്പ് ചെയ്യണം അവിടെ നിന്ന് തന്നെ ചെയ്യാം. ഉള്ളിൽ നിന്നാണെങ്കിൽ ഉള്ളിൽ നിന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്യാം, പുറത്തുനിന്നാണെങ്കിൽ പുറത്തുനിന്ന് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഉള്ളിൽ നിന്നെടുത്ത് പുറത്തുനിന്നെടുത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വിപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ആ ത്രെഡ് കുറച്ചുകൂടെ കട്ടി വന്നു, ഫ്ലവറിന് കുറച്ചുകൂടെ കട്ടി വന്നു, കാണാനും കുറച്ചുകൂടെ ഒരു ലുക്ക് വരും. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഭംഗിക്ക് തന്നെ വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നും എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് എടുത്തപ്പോൾ എല്ലാം ഉള്ളിൽ നിന്ന് തന്നെ, നേരത്തെ പുറത്തുനിന്ന് എടുത്തപ്പോൾ പുറത്തുനിന്ന് ചെയ്ത് കൊടുത്തു. പിന്നെ തുണിയിലേക്ക് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നൂല് സൂചി തുണിയിലേക്ക് കുത്തിപ്പോകരുത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ മൊത്തത്തിൽ ഞാനിവിടെ വിപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈനിൽ മൊത്തം 4 ഫ്ലവർ ഉണ്ട് കേട്ടോ. 4 ഫ്ലവറും ഞാനിതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുക്കുന്നില്ല, ഈ ഒരു ഫ്ലവർ മാത്രം കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഡിസൈനൊക്കെ വരച്ച് എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ. എങ്കിൽ വേഗം മനസ്സിലാവുള്ളൂ. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഡ്രസ്സിലോ ബാഗിലോ എന്തിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാട്ടോ. നല്ലൊരു ലുക്കായിരിക്കും. നമ്മൾക്ക് പറയാമല്ലോ നമ്മൾ തന്നെ ചെയ്തതാണെന്ന് പറയുമ്പോൾ അതിലൊരു അഭിമാനം ഉണ്ടാവും, ഒരു ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായത് ഇതുപോലെ ഞാനിതിവിടെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അടുത്തതും ഞാനിവിടെ വിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ അതിലേക്ക് വിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്തതിൻ്റെ സ്റ്റെമ്മാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ അതാ 4 ഫ്ലവറും ഒരുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ സ്റ്റെമ്മാണ്. സ്റ്റെമ്മിലേക്ക് ഞാനിപ്പോൾ അതേ പേൾ കോട്ടൺ ത്രെഡാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ പേൾ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പേൾ കോട്ടൺ ത്രെഡ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് കളറിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ എങ്ങനെ ട്രേസ് ചെയ്ത് വരക്കുമെന്ന്. അപ്പോൾ അതിന് കാണിച്ചു കൊടുക്കാനുള്ളൊരു തെളിവായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ബ്ലാക്ക് കളറിലും യെല്ലോ കാർബൺ വെച്ച് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആ ട്രേസ് ചെയ്തെടുത്ത് അപ്പോൾ തന്നെ വർക്ക് ചെയ്യാം, അപ്പോൾ തന്നെ ചെയ്യുക. ഒരു 2-3 ദിവസത്തേക്കൊന്നും വെക്കാതിരിക്കുക. മാക്സിമം ഒരു ദിവസമൊക്കെ കുഴപ്പമില്ല, അത് മായിനൊന്നും പോകില്ല. പക്ഷെ ഒരു 2-3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും യെല്ലോ കാർബൺ അതിൽ നിന്ന് മായിന് പോകാതിരിക്കില്ല. അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് ചെയ്തു കൊടുക്കുക. ഇതുപോലെ പതുക്കെ സ്റ്റെമ്മ് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ലൈനിൽ തൊട്ട് പുറകിനായിട്ട് പൊക്കിയെടുക്കുക, എന്നിട്ട് ചെയ്തു കൊടുക്കുക. ഇതുപോലെ ചെയ്തു കൊടുക്കുക. കണ്ടോ, ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ എൻഡ് പോയിന്റിലേക്ക് വരും. ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കടുക്ക് പോലെ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു ലൈൻ മൊത്തം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ എൻ്റെ വഴി തെറ്റിയൊന്ന് പോയിട്ടുണ്ട്. ലൈനിൻ്റെ ഒരു ആകൃതി മാറിപ്പോയി, കാരണം ഇതൊന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോയി. കണ്ട വര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി. കാരണം എന്താ, ബ്ലാക്ക് കളറിൽ ചെയ്തുകൊണ്ടിട്ടാണ്, മനസ്സിലായില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാനത് ഇതിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്ലവറിലേക്ക് ഞാൻ ലീഫ് കൊടുത്തിട്ടുണ്ട്, സ്റ്റെമ്മ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വഴിമാറിപ്പോയി എന്ന്. അപ്പോൾ അതേ ഇനി ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലൈനും നമുക്കിതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ലൈൻ സ്റ്റെമ്മ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അടിയിൽ നമുക്ക് കെട്ടെടുത്തിട്ട് കൊടുത്തിട്ട് അടുത്തത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ കെട്ടിടുന്ന വീഡിയോ ഞാനിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെയൊക്കെ വീഡിയോ ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം.
എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇതുപോലെ എല്ലാ സ്റ്റെമ്മും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ്. ലീഫിൽ ഞാൻ ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ച്. അപ്പോൾ ഒരു ഡിസൈനിൽ നമ്മൾ 3 സ്റ്റിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കാണിക്കുന്ന 3 സ്റ്റിച്ചും നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഫ്ലൈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നായിട്ട് കുത്തി സെൻറ്ററിലേക്ക് സൂചി കൊണ്ടുവരിക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ പതുക്കെ ആ ഒരു വശത്തു നിന്ന് എടുത്ത് കുത്തിയാൽ മാത്രം മതി. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ചും ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ലീഫിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു വലിയ പോലെ ഇരുന്നില്ലേ അവിടെ ഫ്ലൈ സ്റ്റിച്ച്. പിന്നെ ഇപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് നമുക്ക് ഹാർട്ട് ഷേപ്പിലൊക്കെ ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഷോളിനൊക്കെ ബോർഡർ ലൈനായിട്ട് എടുത്താലായിട്ടും ഭംഗിയായിരിക്കും. ലീഫിന് മാത്രമല്ല കേട്ടോ, അല്ലാണ്ടും ചെയ്താൽ നല്ല രസമാണ് ഫ്ലൈ സ്റ്റിച്ച് കാണാനായിട്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഓരോ ബീഡ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹെവി ആക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ബീഡ്സൊക്കെ അതിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ലുക്ക് വരും. ത്രെഡ് വെച്ച് മാത്രം തന്നെ നല്ലൊരു രസമാണ് കാണാനായിട്ട്. പിന്നെ അതിലേക്ക് കുറച്ചുകൂടെ ബീഡ്സ് കൂടെ കയറ്റി കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയാവും. അപ്പോൾ അത് ഈ കുത്തുന്ന സമയത്തൊക്കെ അവിടെ ഒരു സീക്വൻസ് ആ ബീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനും ശ്രമിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയാവും. അപ്പോൾ ഇതുപോലെ എൻഡ് വരെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ലീഫിലും ഞാൻ ഫ്ലൈ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഫ്ലൈ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് അവിടെ ഒരു ഡിസൈനിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. കാരണം ഒരു 3-4 ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പെറ്റൽ പോലെ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഫ്ലൈ സ്റ്റിച്ച് ആവും. ഇപ്പോൾ ഇവിടുത്തെ ലീഫ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് ആ ലൈനിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് കുത്തി ഇപ്പുറത്തുനിന്ന് എടുത്ത് വന്നപ്പോൾ കണ്ട ലീഫ് പോലെയായി. അത് തന്നെ ഫോളോ ചെയ്ത് ഒരു 3 തവണ അതുപോലെ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് അവിടെ ഒരു ഫ്ലൈ സ്റ്റിച്ച് ഫോം ആകും. അപ്പോൾ കണ്ട ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുവാണ്, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഇതിൽ പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക, അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ബാക്കിയുള്ള ലീഫുകളും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലൈ സ്റ്റിച്ചിൽ തന്നെ. അപ്പോൾ നല്ല പേൾ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ലീഫൊക്കെ കാണാൻ. പിന്നെ ഡബിൾ ഷെയ്ഡുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ റോസിൻ്റെ അടിയിലും ഉണ്ട് ഒരേ ലീഫ്, അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ലീഫിനും ഫ്ലൈ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലീഫിൽ ചെയ്യാൻ ഫ്ലൈ സ്റ്റിച്ച് മാത്രമല്ല കേട്ടോ, വേറെയും സ്റ്റിച്ചുകളുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിലെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാൻ മറക്കരുത്. അപ്പോൾ ഇതിലുള്ള പോരായ്മകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ.